ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വഴുതനങ്ങ വറുത്തതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വഴുതനങ്ങ ഒരു വഴുതനങ്ങ ചെറിയ കനം കുറഞ്ഞ് കഷ്ണങ്ങളായിട്ട് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഞാൻ വീഡിയോ എടുത്തായിരുന്നു. പിന്നെ ഞാൻ 1 ടീസ്പൂൺ മസാല, അതായത് ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂണ് വിനെഗറാണ് കേട്ടോ. വിനെഗർ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മതി. നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, ഇത് മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിന് ആവശ്യത്തിന് ഉപ്പ് എത്രയാണ് അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരെണ്ണം വലിയൊരു ഇതാണ് എടുത്തത് വഴുതനങ്ങ. അപ്പോൾ ഞാനതിന് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പോകുന്നത് കായമാണ് കേട്ടോ. 1 ടീസ്പൂൺ കായം കൂടെ ചേർക്കാം. അത് ഓപ്ഷനിലാണ്. ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. എൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതങ്ങോട്ട് മിക്സ് ചെയ്യാം. സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് ഇളക്കി നോക്കിയിട്ട് ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പം നമുക്കൊരു ടീസ്പൂൺ വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത്രയും മതി കേട്ടോ. നമുക്കൊന്ന് പൊതിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റത്തേന് ഫ്രീസറിൻ്റെ താഴത്തെ തട്ടിലേക്ക് വയ്ക്കാം. എല്ലാം നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ഓരോന്നോരോന്നായിട്ട് ഒന്ന് ഇതിനകത്തേക്കൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ. ഓക്കെ, ഞാനെല്ലാം വഴുതനങ്ങയിലും അരപ്പ് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു 10-20 മിനിറ്റ് ഞാൻ ഫ്രീസറിൻ്റെ അകത്ത് വെക്കാൻ പോവാണ്. ഇത് നന്നായിട്ടൊന്ന് പിടിച്ച് വെട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. വഴുതനങ്ങ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ശാലോ ഫ്രൈ ആണ് ചെയ്യുമ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് ശാലോ ഫ്രൈ ചെയ്യാം. ഞാൻ ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല സമയം വേണ്ട. നമുക്ക് ഒരു സൈഡ് ഇട്ട് മറ്റേ സൈഡിൽ തിരിച്ച് ഇട്ട് കൊടുക്കണം. ഒരു സൈഡ് വെന്തിട്ടുണ്ട്, 2 സൈഡ് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് റിമൂവ് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ വഴുതനങ്ങ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ആദ്യമായിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടൊരു ഡിഷാണ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി ഒരു തന്നെ കഴിക്കാനും അടിപൊളി ഒരു കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.